Good morning, my dear students. Last class we cost centers inventory information cost centers create cost category create stock items, stock group create alter delete add unit of measure go down create last class chapter orders, invoices and report. Orders ne kurichum, invoice ne kurichum, reports ne kurichana ee chapter. Order ningallu oru business നടത്തുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടില്ലേ. ഓർഡർ എന്ന് പറയുന്നത് ബൾക്ക് ആയിട്ടായിരിക്കും നമുക്ക് ഓർഡർ കിട്ടുന്നത്. അപ്പം ഓർഡേഴ്സ് എന്നൊരു ബിസിനസ്സിൽ ഓർഡേഴ്സ് കിട്ടും. ഓർഡേഴ്സ് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അതനുസരിച്ചുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എത്രത്തോളം ആൾക്കാർക്ക് വേണമെന്നുള്ളത് അറിയാൻ പറ്റും. സെയിൽസ് ഓർഡർ കാണും, പർച്ചേസ്. നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾക്കും ഓർഡർ ഉണ്ട്, നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കും എന്തുണ്ട്, ഓർഡർ ഉണ്ട്. അതാണ് ഓർഡർ എന്ന് പറഞ്ഞത്. ദെൻ ഇൻവോയ്സസ് നിങ്ങൾക്ക് അറിയാം എന്താണ്. ബില്ലിന് പറഞ്ഞ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻവോയ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം പർച്ചേസ് ചെയ്താലും സെയിൽ ചെയ്താലും അവിടെ എന്ത് കൊടുക്കുക, ഇൻവോയ്സസ് കൊടുക്കുക. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൂഫാണ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒരു പ്രൂഫായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ഇൻവോയ്സസ് എന്ന് പറയുന്നത്. ദെൻ റിപ്പോർട്ട്, എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡേഴ്സ്, ഇൻവോയ്സസ് ആൻഡ് റിപ്പോർട്ട്, അതാണ് ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കി നിങ്ങൾ. ഫസ്റ്റ് ടാലി ERP 9 അകത്ത് ഈ ഓർഡേഴ്സ്, ഇൻവോയ്സസ് ആൻഡ് റിപ്പോർട്ടിനെ കുറിച്ച് ടാലി ERP 9 നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓർഡേഴ്സ് പറ്റും, ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ദെൻ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കി നിങ്ങൾ. Tally ERP 9 facilitated to create invoices, orders and even check printing of various banks. Tally ERP 9 invoices create ചെയ്യാനായിട്ട് പറ്റും, orders create ചെയ്യാനായിട്ട് പറ്റും, ചെക്ക് പ്രിന്റിങ്. പല ബാങ്കിലെ നമ്മൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടി വരും, നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ആയിരിക്കും അവിടെ പ്രൂഫായിട്ട് കൊടുക്കണം. അപ്പോൾ ചെക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. വേരിയസ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് റെക്കോർഡ് ടു എ യൂസർ റിലേറ്റിംഗ് ടു ബിസിനസ് മേ ബി ജനറേറ്റ്. ഏതെല്ലാം ടൈപ്പുള്ള റിപ്പോർട്ട്സ് ആണ് ഒരു ബിസിനസ്മാന് വേണ്ടത് അതെല്ലാം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റിപ്പോർട്ട്സ് ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോംസ്. റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഈ മൂന്ന് തരം, ഒന്നെങ്കിൽ അത് വെർട്ടിക്കൽ ഫോമിലായിരിക്കും അല്ലെങ്കിൽ അത് ഹൊറിസോണ്ടൽ ഫോമിലായിരിക്കും നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റേഷ്യോ അനാലിസിസ്. റേഷ്യോ നിങ്ങൾക്ക് പലതരത്തിലുള്ള റേഷ്യോസ് ഉണ്ട്. ലിക്വിഡിറ്റി റേഷ്യോ, കൺവേർട്ടബിലിറ്റി റേഷ്യോ. ഒന്നെങ്കിൽ റേഷ്യോ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫോം ആയിരിക്കും. ദ ഡേറ്റ ഇൻ ടാലി ക്യാൻ ബി എക്സ്പോർട്ടഡ് ടു അതർ സോഫ്റ്റ്വെയർ സച്ച് എസ് MS Excel, XML, HTML, PDF ഫോർമാറ്റ് എക്സെട്ര. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഡേറ്റാസിനെ നമുക്ക് എന്തിലേക്ക് മാറ്റുമെന്നെങ്കിൽ നമുക്ക് PDF ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും, MS Excelലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ സ്പ്രെഡ്ഷീറ്റ്, നമ്മുടെ ടാലിയിൽ കിട്ടുന്ന ഡേറ്റ നമുക്ക് സ്പ്രെഡ്ഷീറ്റിനകത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ടാലിയിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്, എക്സ്പോർട്ട് ടു സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ടു PDF എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓർഡേഴ്സ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ടാലി ആൻഡ് ഗെറ്റ് പ്രിന്റഡ്. എന്തൊക്കെ ഓർഡേഴ്സ് കിട്ടും, പർച്ചേസ് ഓർഡേഴ്സ് കാണും, സെയിൽസ് ഓർഡേഴ്സ് കാണും. ഇതിന്റെ എല്ലാം കോപ്പി ആർക്കും കൊടുക്കണം, സപ്ലയറിനോ കസ്റ്റമേഴ്സിനും കൊടുക്കണം. ദ ഓർഡർ പൊസിഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ഓർഡർ സമ്മറി. ഒരു ഓർഡറിന്റെ പൊസിഷൻ നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും, ഓർഡർ സമ്മറി. ഓർഡർ സമ്മറി എന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റീസ് ഉള്ള സാധനങ്ങൾ എത്ര പ്രൈസിനാണ് അവർ ഓർഡർ കൊടുത്തത്, അത് നമുക്ക് ഓർഡർ സമ്മറിക്കകത്ത് നമുക്ക് ഓർഡറിന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, ദെൻ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്തായിരിക്കും, എങ്ങനെ ചെയ്യേണ്ടത്? ആക്ടിവേറ്റ് ദ ഓപ്ഷൻ അലോ പർച്ചേസ് ഓർഡർ പ്രോസസിംഗ് ഇൻ ഇൻവെന്ററി ഫീച്ചേഴ്സ് ഓഫ് F11 ഫീച്ചേഴ്സ് ഫോർ എനേബിളിംഗ് പർച്ചേസ് ഓർഡർ. F11 അകത്തുനിന്ന് നമ്മൾ എന്ത് കൊടുക്കണം, F11 ബട്ടൺ പാലയിൽ നമ്മൾ F11 ക്ലിക്ക് ചെയ്യുക. ദെൻ അലോ പർച്ചേസ് ഓർഡർ പ്രോസസിംഗ്. F11 ഫീച്ചേഴ്സ് അത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് അല്ല, ഇൻവെന്ററി ഫീച്ചേഴ്സ് ആണ്. ഇൻവെന്ററി ഫീച്ചേഴ്സിനകത്ത് ആക്ടിവേറ്റ് ചെയ്തിട്ട് അലോ പർച്ചേസ് ഓർഡർ പ്രോസസിംഗ് എന്നുള്ള നമ്മൾ എന്ത് കൊടുക്കണം, S ആക്കി കൊടുക്കണം. ഓക്കെ, ഇനി ദെൻ ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഗേറ്റ് ഓഫ് ടാലി പോവുക, ഇൻവെന്ററി വൗച്ചേഴ്സ് പ്രസ് ഓൾട്ട് F4. ഓൾട്ടും F4ഉം കൂടി നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തുകൊണ്ട് പർച്ചേസ് ഓർഡർ കാണും, അത് ക്ലിക്ക് ചെയ്യുക.
ഓൾട്ടർ ഇൻ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ നമുക്ക് ഓൾട്ടർ ചെയ്യും. നമ്മൾ ചെയ്ത ഒരു കാര്യം മിസ്റ്റേക്ക് പറ്റി. അപ്പൊ എങ്ങനെ ആയിരിക്കും? ഗേറ്റ്വേ ഓഫ് ടാലി ഡിസ്പ്ലേ ഡേ ബുക്ക് സെലക്ട് ദ പർച്ചേസ് ഓർഡർ ടു ബി ഓൾട്ടർ. നമുക്ക് ഏത് പർച്ചേസ് ഓർഡർ ആണോ ഓൾട്ടർ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്തുക. ലാസ്റ്റ് സേവ് ചെയ്യുക. ഡിലീറ്റിംഗ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്? ഗേറ്റ്വേ ഓഫ് ടാലി പോവുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേ ഡേ ബുക്ക്. നമുക്ക് ആ എന്താണോ വേണ്ടത് അത് ഡിസ്പ്ലേ ചെയ്യുക. ദെൻ അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ഓർഡർ ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ദെൻ ഓൾട്ടും ഡിയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അതിന്റെ കൺഫേം കൊടുക്കുക. ദെൻ സെയിൽസ് ഓർഡർ. സെയിൽസ് ഓർഡർ ആയിരിക്കും എന്തായിരിക്കും? സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സെയിൽസ് ഓർഡർ കൊടുക്കുന്നത്. അവിടെ എന്ത് ഓപ്ഷൻ കൊടുക്കണം? അലോ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ്. പർച്ചേസ് ഓർഡറിൽ എന്തായിരുന്നു? പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് ആയിരുന്നു. സെയിൽസ് ഓർഡറിന് സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ്. F11 ഫീച്ചേഴ്സിനകത്തുനിന്ന് എന്ത് പ്രസ് ചെയ്യുക? അലോ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്തിയാക്കി കൊടുക്കുക? ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ നോക്കി നിങ്ങൾ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? സോറി, ആ സ്റ്റെപ്പ് അതിനകത്ത് മിസ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റിംഗ് സെയിൽസ് ഓർഡർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? ഗേറ്റ്വേ ഓഫ് ടാലി പോവുക. ഇൻവെന്ററി വൗച്ചേഴ്സ് പ്ലസ് ഓൾട്ട് 5. ഓൾട്ട് 5 ആണ് ഇതിന്റെ സെയിൽസ് ഓർഡറിന്റെ. ഗേറ്റ്വേ ഓഫ് ടാലി പോവുക. ഇൻവെന്ററി വൗച്ചേഴ്സ് ഓൾട്ട് F5. അല്ലെങ്കിൽ ക്ലിക്ക് ഓൺ സെയിൽസ് ഓർഡർ. ഒന്നെങ്കിൽ ഓൾട്ടും F5 കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ നിന്ന് സെയിൽസ് ഓർഡർ പ്രസ് ചെയ്യുക. നമ്മൾ പർച്ചേസ് ഓർഡറിന്റെ എന്തായിരുന്നു? ഓൾട്ട് F4 ആണ്. സെയിൽസ് ഓർഡറിന്റെ ഓൾട്ട് F5 ആണ്. അപ്പൊ സെയിൽസ് ഓർഡർ നമ്മൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഓൾട്ടറിംഗ് സെയിൽസ് ഓർഡർ നമ്മൾ എങ്ങനെ? ഗേറ്റ്വേ ഓഫ് ടാലി ഡിസ്പ്ലേ ഡേ ബുക്ക്. അതിൽ ഏതാണോ നമുക്ക് സെയിൽസ് ഓർഡർ ഓൾട്ടർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. നെസസറി ചേഞ്ചസ് വരുത്തുക. ഫൈനലി സേവ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗേറ്റ്വേ ഓഫ് ടാലി പോകുക. ഡിസ്പ്ലേ ഡേ ബുക്ക് എടുക്കുക. അതിൽ ഏത് സെയിൽസ് ഓർഡർ ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ദെൻ ഓൾട്ടും ഡേയും പ്രസ് ചെയ്യുക. കൺഫർമേഷൻ കൊടുക്കുക. ദെൻ ഇൻവോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ബില്ലിനാണ് എന്തെന്ന് പറയുന്നത്? ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇൻവോയ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ഓപ്ഷൻ അലോ ഇൻവോയ്സിംഗ്. F11 ഫീച്ചേഴ്സിനടുക്കൽ ഇൻവെന്ററി ഫീച്ചേഴ്സിനടുക്കൽ F11 ഇൻവെന്ററി ഫീച്ചേഴ്സിനകത്ത് നമ്മൾ എന്ത് ആക്ടിവേറ്റ് ചെയ്യണം? അലോ ഇൻവോയ്സിംഗ് അലോ ചെയ്യുന്നുണ്ടോ അത് എന്താക്കി കൊടുക്കുക? എസ് ആക്കി കൊടുക്കുക. ഓപ്ഷൻ അലോ ഇൻവോയ്സിംഗ് ഇൻ ഇൻവെന്ററി ഫീച്ചേഴ്സ് ഓഫ് F11 ഫീച്ചേഴ്സ് ഫോർ എനേബിളിംഗ് ദ ഇൻവോയ്സ്. ഇൻവോയ്സ് എൻട്രി എങ്ങനെയായിരിക്കും? ഗേറ്റ്വേ ഓഫ് ടാലി പോവുക. അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് അവിടെ എന്ത് പ്രസ് ചെയ്യുക? F8 കീ പ്രസ് ചെയ്യുക. എന്തിനു വേണ്ടി? സെയിൽസ് വൗച്ചേഴ്സ് ആയതുകൊണ്ട് F8 പ്രസ് ചെയ്യുക. ദെൻ Ctrl+V ഫോർ സെയിൽസ് ഇൻവോയ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്യണം? കൺട്രോളും വിയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സെയിൽസ് ഇൻവോയ്സസ് കിട്ടുള്ളൂ. ഡീറ്റെയിൽസ് ഓഫ് സെയിൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഫൈനലി അത് സേവ് ചെയ്യുക. ദെൻ ഇൻവോയ്സ് കോൺഫിഗറേഷൻ. നമുക്ക് ഇൻവോയ്സ് കോൺഫിഗറേഷൻ വേണമെങ്കിൽ എന്തായിരിക്കും? F12 കോൺഫിഗർ ബട്ടൺ ടു ഹാവ് ഇൻവോയ്സ് കോൺഫിഗറേഷൻ സ്ക്രീൻ. F12 എന്ന് പറഞ്ഞ ബട്ടൺ പാനലുണ്ട്. അതിൽ കോൺഫിഗറേഷൻ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുക. നമുക്ക് എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻവോയ്സ് പ്രിന്റ്. നമ്മൾ ചെയ്ത കാര്യം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? സെലക്ട് ഡിസ്പ്ലേ ദ വൗച്ചർ ഓർ ഇൻവോയ്സ് ടു ബി പ്രിന്റ്. നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ദെൻ ഓൾട്ടും പിയും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രിന്റ് ദ ഡിസ്പ്ലേ ഇൻവോയ്സ് ഓർ വൗച്ചർ. നമുക്ക് വേണ്ട ഇൻവോയ്സും വൗച്ചറും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ദെൻ ചെക്ക് പ്രിന്റിംഗ് എങ്ങനെയായിരിക്കും വരുന്നത്? ആക്ടിവേറ്റ് എന്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം? എനേബിൾ ചെക്ക് പ്രിന്റിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് സെറ്റ് ഓൾട്ടർ ചെക്ക് പ്രിന്റിംഗ് കോൺഫിഗറേഷൻ ഓപ്ഷനും നമ്മൾ എന്തിൽ നിന്ന്? F11 ഫീച്ചേഴ്സിനകത്ത് നമ്മൾ എനേബിൾ ചെക്ക് പ്രിന്റിംഗ് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ നമുക്ക് ഏത് കമ്പനിയാണോ നമ്മുടെ കമ്പനിയുടെ പേര്, ബാങ്ക് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഫൈനലി എൻട്രി കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് കൊടുക്കുക? പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചെക്ക് ഇൻ സെറ്റ് ഫോർമാറ്റ്. നമുക്ക് വേണ്ട ചെക്ക് നമ്മുടെ ഫോർമാറ്റിൽ കിട്ടും. ഓക്കെ. ദെൻ റിപ്പോർട്ട്സ്. നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നമുക്ക് റിപ്പോർട്ട്സ് ആവശ്യമല്ലേ? നമുക്ക് റിപ്പോർട്ട്സ് ഫ്യൂച്ചറിലെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് വേണം? റിപ്പോർട്ട്സ് വേണം. അപ്പോൾ റിപ്പോർട്ട്സ് എടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? ടാലിയിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? റിപ്പോർട്ട്സ് കിട്ടും. ട്രയൽ ബാലൻസ്
ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ ആണെങ്കിൽ എന്തായിരിക്കും? ടു ഡിസ്പ്ലേ ട്രയൽ ബാലൻസ് സെലക്ട് ഡിസ്പ്ലേ ഓപ്ഷൻ ഗേറ്റ് ഓഫ് ടാലി ആൻഡ് സെലക്ട് ട്രയൽ ബാലൻസ്. നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിൽ പോയിട്ട് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേ ഞെക്കുക, എന്നിട്ട് ട്രയൽ ബാലൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രയൽ ബാലൻസ് കിട്ടും. ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ കൊടുക്കുക, എന്ത് നമുക്ക് വേണ്ടത്? ബാലൻസ് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ ഇവിടെ പോവുക, ഗേറ്റ് ഓഫ് ടാലി പോവുക, ദെൻ ഡിസ്പ്ലേ കൊടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കുക. ഡേ ബുക്ക് ആണെങ്കിലും നമ്മൾ ഇവിടെ തന്നെ ഗേറ്റ് ഓഫ് ടാലി പോവുക, ഡിസ്പ്ലേ കൊടുക്കുക, ഡേ ബുക്ക് സെലക്ട് ചെയ്യുക. ദെൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള വേരിയേഷൻ കറക്റ്റ് ചെയ്യുന്ന റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 10,000 റുപ്പീസ് ഉണ്ടായിരുന്നു. നമ്മൾ 10,000 റുപ്പീസ് കൊണ്ടുവന്ന് ബാങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ബാങ്കിന്റെ ബുക്കിലും നമ്മുടെ കയ്യിലുള്ള ബുക്ക് ഏതാ? പാസ്ബുക്ക്, നമ്മുടെ കയ്യിലുള്ള ബുക്ക്. അപ്പം ആ രണ്ട് കാര്യത്തിനകത്ത് ഇപ്പൊ എൻട്രി ചെയ്തപ്പോ ഇപ്പൊ അതില് എമൗണ്ട് കുറച്ച് കാണിച്ചെന്ന് വെച്ചു. അപ്പം 10,000 റുപ്പീസ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതില് 1 lakh കാണിച്ചിട്ടുണ്ടാകും. അപ്പം എന്തിൽ തമ്മിൽ വേരിയേഷൻ വന്നു? ബാങ്കിന്റെ ബുക്കിലും ക്യാഷ് ബുക്കിലും എന്തുണ്ടായി? വേരിയേഷൻ ഉണ്ടായി. അത് റീകൺസിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. റീകൺസിൽ എന്തിന്? ബാങ്കിലെ കാര്യം നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് തമ്മിലുള്ള വേരിയേഷൻ ചെക്ക് ചെയ്യുന്നതാണ് എന്താണ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് വൺ ഓഫ് ദ പ്രീറിക്വസ്റ്റ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇതെന്ന് പറയുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക് അക്കൗണ്ട്സിലെ കറക്റ്റായിട്ട് നമുക്ക് റീകൺസിൽ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ദ മന്ത്ലി സമ്മറി ഓഫ് ബാങ്ക് ബുക്ക്. നമുക്ക് ബാങ്കിലെ നമ്മുടെ കറക്റ്റ് നമുക്ക് ഒരു മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഗേറ്റ് ഓഫ് ടാലി പോവുക, ഡിസ്പ്ലേ അക്കൗണ്ട്സ് ബുക്ക്, ലെഡ്ജർ, സെലക്ട് ബാങ്ക്. അവിടെ എന്ത് നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുക? ബാങ്ക് എന്നുള്ള ഓപ്ഷൻ ആക്ടിവിറ്റി കൊടുക്കുക, പ്രസ് F5 കീ ഓർ സെലക്ട് F5 ഒന്നെങ്കിൽ F5 കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ F5 എന്നുള്ളതിനകത്ത് റീകൺസിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് എൻ്റർ ദ ഡേറ്റ് ഓഫ് ഫീച്ചർ ട്രാൻസാക്ഷൻ ഓഫ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫീൽഡ് ബാങ്ക് ഡേറ്റ്. നമുക്ക് ഏത് ഡേറ്റിൽ തൊട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത് അത് നമ്മൾ അവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബാങ്ക് സമ്മറി, നമ്മൾ എത്രത്തോളം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഓരോ പ്രാവശ്യം ട്രാൻസാക്ഷൻസ് നടത്തിയതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. അതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഇതിനകത്ത് ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. ഓർഡർ പ്രോസസ്സിങ്, പർച്ചേസ് ഓർഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സെയിൽസ് ഓർഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്, ഓൾട്ടർ ചെയ്യുന്നത്, സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓൾട്ടർ ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്, ദെൻ ഇൻവോയ്സ് പ്രിന്റ് ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ പ്രാക്ടിക്കൽ എങ്ങനെയാണ് നമ്മൾ ടാലി സ്ക്രീനിൽ ചെയ്ത് നോക്കുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ടാലി സ്ക്രീനിൽ. നമുക്ക് ഈ ചാപ്റ്ററിൽ ടാലിയിൽ നമ്മൾ പല ഓപ്ഷൻസും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് പർച്ചേസ് ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി എടുത്തു. കല്യാൺ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നൊരു കല്യാണി ടെക്സ്റ്റൈൽസ് എന്ന കമ്പനി എടുത്തു. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ആദ്യം നമുക്ക് ആ ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ നോക്കി F11 ഫീച്ചേഴ്സ് എടുക്കുക. അതില് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് അല്ല, ഇൻവെന്ററി ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. കല്യാണി ടെക്സ്റ്റൈൽസ് എടുക്കുക. ദെൻ അവിടെ നിങ്ങൾ കണ്ട അലോ പർച്ചേസ് ഓർഡർ പ്രോസസിങ്. നോക്കി നിങ്ങൾ അലോ പർച്ചേസ് ഓർഡർ പ്രോസസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക, എസ് ആക്കി കൊടുക്കുക. അവിടെ തന്നെ സെയിൽസ് ഓർഡർ പ്രോസസിംഗ് ഉണ്ട്, അതും എസ് ആക്കി കൊടുക്കുക. കണ്ടേ? അലോ ഇൻവോയ്സിംഗ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു, എസ് ആക്കി കൊടുത്തു. പർച്ചേസിംഗ് ഇൻവോയ്സ് ഫോർമാറ്റ് നമ്മൾ എസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ ഓപ്ഷൻസ് ഓർഡർ പ്രോസസിംഗിനകത്ത് ഇൻവോയ്സിംഗ് എന്നുള്ള ഓപ്ഷൻ അതിനകത്താണ് വരുന്നത്. ഇൻവെന്ററി ഫീച്ചേഴ്സിനകത്താണ് വരുന്നത്. തെറ്റിപ്പോലെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിനകത്തല്ല, ഇൻവെന്ററി ഫീച്ചേഴ്സിനകത്താണ് ഇത് വരുന്നത്. ഓക്കെ, അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. ഫൈനലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ? നമുക്ക് ഗേറ്റ് ഓഫ് ടാലി പോവുക. ദെൻ ഇൻവെന്ററി വൗച്ചേഴ്സ് എടുക്കുക. ദെൻ ഓൾട്ടർ
F4 നിങ്ങൾക്ക് ഓൾട്ടും F4 എന്നുള്ള ബട്ടൺ പാനലും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ നിങ്ങൾ നോക്കിയാൽ ബട്ടൺ പാനലിനകത്ത് പർച്ചേസ് ഓർഡർ ഉണ്ടോ നോക്കി. ബട്ടൺ പാനലിനകത്ത് നോക്കി F4 കണ്ടോ, പർച്ചേസ് ഓർഡർ. ബട്ടൺ പാനലിനകത്ത് F4 പർച്ചേസിംഗ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നോക്കി നിങ്ങൾ ഇൻവെന്ററി വൗച്ചർ ക്രിയേഷൻ സ്ക്രീൻ നോക്കി. ഇവിടെ എന്തുണ്ട്, പർച്ചേസ് ഓർഡർ ഉണ്ട്. ഇവിടെ പാർട്ടി അക്കൗണ്ട് നെയിം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. സൺഡ്രി ഡെപ്റ്റ് ഓർ സൺഡ്രി ക്രെഡിറ്റ്. ദെൻ പർച്ചേസ് ലെഡ്ജർ ഉണ്ട്. നെയിം ഓഫ് ഐറ്റംസ്. ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വെച്ചു. നമ്മളൊരു ബിസിനസ്സിന് ഇതായിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ കാര്യം നെയിം ഓഫ് ഐറ്റം അവിടെ കൊടുക്കാൻ പറ്റും. റോ മെറ്റീരിയൽസ് ഇത്ര ക്വാണ്ടിറ്റീസ്, ദെൻ റേറ്റ് പെർ എമൗണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് ഐറ്റം ആണ് നിങ്ങൾ വാങ്ങിയത്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ റേറ്റ്, എമൗണ്ട്. ഓക്കെ. അപ്പോൾ പാർട്ടി അക്കൗണ്ട് നെയിം ഇപ്പം ഞാൻ രാഹുൽ ട്രേഡേഴ്സ് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. രാഹുൽ ട്രേഡേഴ്സ് ഇത് നിങ്ങൾ ഒന്നെങ്കിൽ ലെഡ്ജറിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രാഹുൽ ട്രേഡേഴ്സ് ഉണ്ട് സൺഡ്രി ഡെപ്റ്റർ അല്ലെങ്കിൽ സൺഡ്രി ക്രെഡിറ്റർ. നിങ്ങൾ സൺഡ്രി ക്രെഡിറ്റർ കൊടുത്താൽ മതി. ക്രെഡിറ്റ് കൊടുക്കുക. കൊടുത്തു. സപ്ലൈസ് ഡീറ്റെയിൽസ് ഉണ്ടോ കൊടുത്തേക്കുന്നത്, അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഓർഡർ നമ്പർ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ നമ്പർ 1 ആണെങ്കിൽ 1 കൊടുക്കുക. ദെൻ പർച്ചേസ് ലെഡ്ജർ, ഇവിടെ നെയിം ഓഫ് ഐറ്റം കൊടുക്കുക. ഇപ്പോൾ റോ മെറ്റീരിയൽസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നെയിം ഓഫ് ഐറ്റംസിനകത്ത് ഇത് കൊടുക്കുക. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രൈസ്, കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഇതാണ് പർച്ചേസ് ഓർഡർ ക്രിയേഷൻ. അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതവിടെ അതിൻ്റെ ലിസ്റ്റിൽ വന്നത്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കി സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, ഓൾട്ടർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഗേറ്റ് ഓഫ് ടാലി പോവുക, ഡിസ്പ്ലേ എടുക്കുക. കണ്ടോ, ഇതിനകത്ത് ട്രയൽ ബാലൻസ് ഉണ്ട്, ഡേ ബുക്ക് ഉണ്ട്. അതിൽ ഡേ ബുക്ക് സെലക്ട് ചെയ്യുക. ഇനി സെയിൽസ് ഓർഡറിന്റെ കേസിലാകുമ്പോൾ എന്തായിരിക്കും, നമ്മൾ F11 ആ ഫീച്ചേഴ്സ് ഓൾറെഡി നമ്മൾ അലോ സെയിൽസ് ഓർഡർ എന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കത് നോക്കി നിങ്ങൾ ഗേറ്റ് ഓഫ് ടാലി പോവുക, ഇൻവെന്ററി വൗച്ചേഴ്സ്. ഇതിവിടെ പർച്ചേസ് ഓർഡറിലേക്ക് കൊടുത്തേക്കുന്നത്. സെയിൽസ് ഓർഡർ ആകുമ്പോൾ പ്രസ് ഓൾട്ടും F5 കൂടെ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബട്ടൺ പാനലിനകത്ത് നോക്കി നിങ്ങൾ F5 ബട്ടൺ ഉണ്ട്. സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞാൽ F5 ഉണ്ട്. അപ്പോൾ F5 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നോക്കി സെയിൽസ് ഓർഡർ ആകുമ്പോൾ ആരുടെ ഡീറ്റെയിൽസ് എടുക്കേണ്ടത്, ബയേഴ്സ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓർഡർ നമ്പർ 1 കൊടുക്കുക. പാർട്ടീസ് അക്കൗണ്ട് നെയിം, ഇപ്പോൾ സെയിൽസ് ലെഡ്ജർ ആണെങ്കിൽ അവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം ബാങ്ക് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെയിൽസ് ലെഡ്ജറിൽ ആരുടെ പേരിലാണോ അത് കൊടുക്കുക. ദെൻ നെയിം ഓഫ് ഐറ്റം കൊടുക്കുക, ക്വാണ്ടിറ്റി, റേറ്റ്, പെർ എമൗണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അത് ചെയ്ത് നോക്കാൻ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ സെയിൽസ് ഓർഡറിൻ്റെ ബട്ടൺ പാൽ. ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നമുക്ക് ബാക്കി ക്ലാസ്സിൽ നമുക്കത് ചെയ്ത് നോക്കാം. ഓരോ എക്സസൈസ് വെച്ച് ചെയ്ത് നോക്കാം. ദെൻ ഇൻവോയ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കിയല്ലോ. F11 ഫീച്ചേഴ്സിൻ്റെ അടുക്കലാണ് ഏത് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഇൻവോയ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഹലോ ഇൻവോയ്സിംഗ് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് നോക്കിയാൽ നിങ്ങൾ ഹലോ ഇൻവോയ്സിംഗ് ഓൾറെഡി ആക്ടിവേറ്റ് ആണ്, എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രയൽ ബാലൻസിന്റെ ഡിസ്പ്ലേ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേ റിപ്പോർട്ട്സിനകത്ത് എല്ലാം ഉണ്ട്. ബാലൻസ് ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും, P&L അക്കൗണ്ട് കാണാൻ പറ്റും, സ്റ്റോക്ക് സമ്മറി, റേഷ്യോ അനാലിസിസ്, ഡിസ്പ്ലേ. നോക്കി നിങ്ങൾ ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, ഡേ ബുക്ക് നമുക്കറിയാൻ പറ്റും, അക്കൗണ്ട്സ് ബുക്ക് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, ഇൻവെന്ററി ബുക്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഉണ്ട്, ഫണ്ട് ഫ്ലോ ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റിപ്പോർട്ട്സിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ബാക്കി അതിൻ്റെ എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് അല്ലാതെ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.